സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ കുറേയധികം ആൾക്കാർ വന്നുപോയി, കുറേയധികം പവർഫുൾ ഹീറോസ് വന്നുപോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും നല്ലൊരു ചോദ്യം ഇതാണ്: മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇപ്പോഴുള്ളതിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആ ഒരു സൂപ്പർ ഹീറോ ആരാണ് എന്നതിനെ പറ്റി ഇപ്പോൾ പലർക്കും ഒരു ഉത്തരമായിട്ട് മുന്നിൽ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ലോക്കിയുടെ പേര് തന്നെ. സോ അതോടെ തന്നെ ഇന്നത്തെ ഇവിടെ നോക്കാൻ പോകുന്നത് ലോക്കി അത്രമാത്രം പവർഫുൾ ആണോ, മൾട്ടിവേഴ്സിന്റെ രാജാവായിട്ട് നമുക്ക് ലോക്കി അങ്ങനെ കാണാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതങ്ങനെ തന്നെയാണോ? സോ എന്തൊക്കെ തന്നെയാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം. അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഗീവയുടെ രണ്ടാമത്തെ ചോദ്യം നിങ്ങളോടായിട്ട് ചോദിക്കാം. ചോദ്യം ഇതാണ്: മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനുകളിൽ ഏറ്റവും കൂടുതൽ തവണ വന്നു പോയിട്ടുള്ള കഥാപാത്രം ആരാണ്? മുൻപത്തേതുപോലെ തന്നെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഉത്തരം നൽകാം. അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ഇൻസ്റ്റഗ്രാം ലിങ്കിലൂടെ നിങ്ങൾക്ക് എനിക്കത് മെസ്സേജ് ആയിട്ട് അയക്കാം. സ്റ്റോറിയിലൂടെ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്തും ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ കണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ നിങ്ങളുടെ വിഷയം എന്താണ്? സോ ലെറ്റ് സ്റ്റാർട്ട്. ലോക്കി. തീർച്ചയായിട്ടും ലോക്കിയുടെ പവറിനെ പറ്റി പറയുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് മറ്റൊന്നിന്റെ പവറിനെ പറ്റി വിശേഷിപ്പിക്കേണ്ടതുണ്ട്. അത് മറ്റാരുമല്ല, TVA ടൈം വേരിയൻസ് അതോറിറ്റിയാണ്. കാരണം ടൈം വേരിയൻസ് അതോറിറ്റിയാണ് നമുക്ക് ഇപ്പോഴുള്ള ആ ഒരു ലോക്കിയെ നൽകിയിട്ടുള്ളത്. സോ അതോടെ തന്നെ TVA സ്ഥാനം എത്രയാണ്, അല്ലെങ്കിൽ TVA എത്രമാത്രം പവർഫുൾ ആണ് എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഒരേ ഉറപ്പാണ്, TVA എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആണ്. നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള TVയും ഇപ്പോഴുള്ള TVയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തന്നെയില്ല. മൾട്ടിവേഴ്സൽ ലെവലിൽ അവർക്ക് പവറുണ്ട്. ഏതൊരു ടൈം ലൈൻ വന്നു കഴിഞ്ഞാൽ പോലും നിമിഷ നേരം കൊണ്ട് അതിനെ നശിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു കാരണം തന്നെ അവർക്ക് ഇല്ലാതാക്കി എടുക്കാൻ സാധിക്കും. കൃത്യമായിട്ട് ആരാണ് ഈ ഒരു TVA പിറവിക്ക് പിന്നിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരമില്ല. അതൊരു പാരഡോക്സ് ആയിട്ട് ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നു. കാരണം ഹി ഹു റിമെയിൻസ് ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ പോലും സീസൺ 2 നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് വിക്ടർ ടൈമിലാണ് അതിന് പിന്നിലുള്ള ആ ഒരു ബുക്ക് രചിച്ചത്. എന്നാൽ വിക്ടർ ടൈമിലേക്ക് അതിനുള്ള ഐഡിയ ലഭിച്ചത് OBയിൽ നിന്നും. സോ അതോടെ തന്നെ ഇതൊരു പാരഡോക്സ് ആണ്. ആരാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു തുടക്കം കണ്ടുപിടിച്ചതെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ടൈം ട്രാവൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ. സോ അത്രമാത്രം പവർഫുൾ ആണ് TVA. ഇത് മാത്രമല്ലാതെ സെലസ്റ്റിയൽസിനേക്കാൾ പവർഫുൾ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സിംപ്ലി നോക്കിക്കഴിഞ്ഞാൽ സെലസ്റ്റിയൽസ് അവരുടെ പവറിനായിട്ട് ഇൻഫിനിറ്റി സ്റ്റോണുകളെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ TVയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി സ്റ്റോണുകൾ വെറും സ്റ്റോണുകളാണ്, വെറും പേപ്പർ ബീറ്റുകൾ മാത്രം. സോ അതുപോലെ തന്നെ അത്തരത്തിൽ നോക്കിയാൽ പോലും നമുക്ക് ഈ ഒരു TVA ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൾട്ടിവേഴ്സൽ ലെവലിൽ അവർക്ക് കൺട്രോൾ ഉണ്ട്. സീക്രട്ട് ടൈം ലൈനിനെ സംരക്ഷിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ബാക്കിയുള്ള ടൈം ലൈൻസിനെ നോക്കുക എന്നത് കൂടിയും അവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ TVA ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു TVA തന്നെയാണ് ഇപ്പോൾ ആ ഒരു ടൈം ലൈൻസിനെ കുറെ കൺട്രോളിൽ പോകുന്നത്. മെയിനായിട്ടും കാങ്സിന്റെ വേരിയൻസിനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പോലും ഒരു മൾട്ടിവേഴ്സൽ വാറിനെ തടയുക എന്നതുകൊണ്ടും TVA നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കി എന്ന കഥാപാത്രം മാത്രം ഉണ്ടായാൽ മാത്രം ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. ലോക്കി എന്നത് ഇപ്പോൾ ടെമ്പറൽ ലൂം എന്താണോ നേരത്തെ ഉണ്ടായിരുന്നത് അതിന് പകരമായിട്ട് മാത്രമാണ് ലോക്കി ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ളത്. പറയാൻ കാര്യം, സീസൺ 1 അവസാനത്തോടുകൂടി ലോക്കി കുറേയധികം പവർഫുൾ ആയി. ഹി ഹു റിമെയിൻസിന്റെ മരണമെല്ലാം കണ്ട ശേഷം TVയിൽ വന്നു. എന്നാൽ പോലും പിന്നീട് സംഭവിച്ചത് വളരെ വലിയ മാറ്റം തന്നെയാണ്. ടെമ്പറൽ ലൂമിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കി, അത് ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതിനെ പറ്റിയും, ഇതുകൂടാതെ ഫ്രീ വിൽസിനെ പറ്റിയും, അല്ലെങ്കിൽ സീക്രട്ട് ടൈം ലൈൻ ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ള പല കാര്യങ്ങളും ചുരുക്കി പറഞ്ഞാൽ TVയുടെ നാശം തന്നെ സംഭവിക്കുമെന്ന് ലോക്കിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സോ അതുകൊണ്ട് തന്നെ ടെമ്പറൽ ലൂം നിലനിൽക്കണം. അതിനെ ശരിയാക്കാനുള്ള പല വഴികളും നോക്കി വിക്ടർ ടൈമിലേക്ക് കണ്ടു. ഇത് മാത്രമല്ലാതെ OBയും കണ്ടു. ഇത് മാത്രമല്ലാതെ ഈ ഒരു കാലങ്ങളോളം തന്നെ ലോക്കി കുറേയധികം അറിവ് നേടിയെടുത്തു. എന്തിന്റെ സഹായത്താൽ? ടൈം സ്ലിപ്പ് എന്ന ഒരു പുതിയ പവർ കാരണത്താൽ. സോ അതോടെ തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന ലോക്കി ഒരു നോർമൽ ലോക്കിയല്ല. എത്രമാത്രം വയസ്സും എക്സ്പീരിയൻസും ഉണ്ടായിരുന്നോ അതിന്റെ ഒരു 10-100 മടങ്ങ് കൂടുതൽ ഇപ്പോൾ ലോക്കിക്ക് എക്സ്പീരിയൻസും അറിവുമുണ്ട്. ഈ ഒരു കാരണത്താൽ ടെമ്പറൽ ലൂമിനെ രക്ഷിക്കാനുള്ള വഴി നോക്കി ഒടുവിൽ ഹി ഹു റിമെയിൻസിനെ മരണം ഇല്ലാതാക്കാൻ വരെ ലോക്ക്. എന്നാൽ പോലും ഒടുവിൽ സംഭവിച്ചത് താൻ സ്വയം ഒരു ടെമ്പറൽ ലൂമായിട്ട് മാറണം എന്ന് ലോക്കിക്ക് മനസ്സിലായി. തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വേൾഡ് ട്രീ രൂപത്തിലേക്ക് ലോക്കി മാറിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു, TVA നിലനിൽക്കണമെങ്കിൽ ടെമ്പറൽ ലൂം വേണം, അല്ലെങ്കിൽ ലോക്കി വേണം. ഇപ്പോൾ അതാണ് ലോക്കിയുടെ റോൾ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേർഡിന് അല്ലെങ്കിൽ ഒരു ശാപം പോലെയാണ് ലോക്കി ഇപ്പോൾ കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നത്. എന്നാൽ അതിലൊരു കൺട്രോൾ ലോക്കി കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഫ്രീ വില്ലാണ്. നേരത്തെ പോലെ ഉള്ളതുപോലെ പ്രൂൺ ചെയ്യലോ അല്ലെങ്കിൽ ടൈം ലൈൻസിനെ നശിപ്പിക്കലോ എന്നൊരു പരിപാടിയില്ല. ഫ്രീ വില്ലാണ്. ആ ഫ്രീ വില്ലിനെ TVA നിലനിർത്തിക്കൊണ്ട് തന്നെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലോക്കിയുടെ ജോലി. സോ അതോടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു, ലോക്കിക്ക് അത്രമാത്രം പവർ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പവർ ഉണ്ട്, മൾട്ടിവേഴ്സൽ ലെവൽ പവർ ഉണ്ട്. മൾട്ടിവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു TVA കൺട്രോൾ ചെയ്യുന്ന ഒരു പവർ ലോക്കിക്കുണ്ട്. എന്നാൽ അതിന് മേലെ ഒരു പവർ ഇപ്പോൾ ലോക്കിക്കില്ല. അതായത് ഒരു ഇൻകേഷനോ മറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ലോക്കിക്ക് ഇടപെടാൻ സാധിക്കുന്നത് വളരെ ലിമിറ്റഡ് ആണ്. സോ അതോടെ തന്നെ ലോക്കി ആ ഒരു ലെവലിലേക്ക് മാറേണ്ടിയിരിക്കുന്നു.
അതിന് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലേ മതിയാവും. കാരണം ഡോക്ടർ ഡൂം വന്നു കഴിഞ്ഞാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഡോക്ടർ ഡൂമിന്റെ പ്രസൻസ് അല്ലെങ്കിൽ മൾട്ടിവേഴ്സൽ വാറിന്റെ ഒരു ആരംഭം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒന്നേന്ന് ആരംഭിക്കൂ നമ്മൾ സീസൺ 2 കണ്ട ഒരു ലോക്കിയുടെ ലെവലിലേക്ക് മാറുകയുള്ളൂ. സോ അതുപോലെ തന്നെ ഇപ്പോൾ ലോക്കിയുടെ ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലോക്കിയുടെ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു അത്ര പവർഫുൾ അല്ല, എന്നാൽ ടിവിയേക്കാളും പവർഫുൾ ആണ്. ടിവിയേക്കാൾ പവർഫുൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സെലസ്റ്റിയൽസിനേക്കാൾ മുകളിൽ പവർഫുൾ ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. എന്നാൽ പോലും ലോക്കിയുടെ മുകളിലും പവേഴ്സ് വൈസ് ആൾക്കാരുണ്ട്. വൺ അബോവ് ഓൾ, ലിവിംഗ് ട്രൈബ്യൂണൽ, ഇതുകൂടാതെ എറ്റേണിറ്റിയും ഇൻഫിനിറ്റി എല്ലാം തന്നെ ഇതിന് മുകളിൽ ഉള്ളവർ തന്നെയാണ്. സോ അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. സോ അതുപോലെ തന്നെ നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. സോ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിർദ്ദേശങ്ങളോട് കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻറ്റസിയും പ്ലോട്ട്സും കൂടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇനി ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയുടെ എൻ്റെ ഒരു യു വാച്ചിങ് ജെറ്റ് മാസ്റ്റർ.